കശ്മീരിലെ പഹൽഗാമിൽ ചോരപ്പാടുകൾ വീഴ്ത്തിയതിന്റെ ചൂടാർ മുൻപേ തുർക്കി പ്രസിഡന്റ് എർദോഗാനൊപ്പം കശ്മീർ വിഷയം ഉയർത്തി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ദുഷ്ടമനസ്സുള്ള ഒരു നേതാവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ക്രൂരതയാണ് ഷഹബാസ് ഷെരീഫ് ചെയ്തത്. കശ്മീർ വിഷയത്തിൽ തുർക്കി ഉൾപ്പെടെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ പാകിസ്ഥാന് പിന്തുണ നൽകിയോ എന്ന സംശയം തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഈ വാർത്താ സമ്മേളനം നടന്ന സമയവും അതിൽ ഉയർത്തിയ വിഷയവും. കശ്മീരിലെ പഹൽഗാമിൽ 26 ഇന്ത്യക്കാരെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നതിനെ അപലപിക്കുക പോലും ചെയ്യാതിരുന്ന പാക് പ്രധാനമന്ത്രി പക്ഷേ ഗാസയിൽ ആളുകൾ കൊല്ലപ്പെട്ടതിൽ പാക് പ്രധാനമന്ത്രി കണ്ണീരൊഴുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, കശ്മീർ വിഷയത്തിൽ എർദോഗാൻ നൽകുന്ന ഉറച്ച പിന്തുണയെ അഭിനന്ദിക്കാനും ഷഹബാസ് ഷെരീഫ് മറന്നില്ല. മാത്രമല്ല, ഇന്ത്യക്ക് നേരെയുള്ള പരോക്ഷമായ ഒരു ഭീഷണി കൂടിയാണ് ഇതിലൂടെ ഷഹബാസ് ഷെരീഫ് ഉദ്ദേശിച്ചതെന്ന് കരുതപ്പെടുന്നു. കശ്മീർ വിഷയത്തിൽ തങ്ങളുടെ നേർക്ക് വന്നാൽ തുർക്കി ഉൾപ്പെടെയുള്ളവർ കൂടെയുണ്ട് എന്ന ഭീഷണി കൂടിയാണ് പാക് പ്രധാനമന്ത്രി മുഴക്കിയത്. കശ്മീരിലെ പഹൽഗാമിൽ ഇത്രയും വലിയ തീവ്രവാദ ആക്രമണം നടന്നതിന് പിന്നാലെ പാക് പ്രധാനമന്ത്രിക്കൊപ്പം വാർത്താസമ്മേളനം നടത്താനെത്തുകയും അവിടെ കശ്മീർ വിഷയം പാക് പ്രധാനമന്ത്രി ഉയർത്തിയപ്പോൾ ആസ്വദിക്കുകയും ചെയ്ത തുർക്കി പ്രസിഡന്റ് എർദോഗാനും ഇതിന് പിന്നിൽ ഒളിച്ചു കളിക്കുകയാണോ എന്ന് സംശയിക്കുന്നു. തുർക്കി പ്രസിഡന്റ് റെസെപ് തയ്യിപ് എർദോഗാനുമായി ഉഭയകക്ഷി ചർച്ചകൾക്ക് എത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാരയിൽ എർദോഗാനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കശ്മീർ വിഷയം ഉയർത്തിയത്. അപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടന്നിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ക്രൂരമായ മനസ്സാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതിഫലിച്ചത്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് ഉറച്ച പിന്തുണ നൽകുന്ന തുർക്കിയെ പാക് പ്രധാനമന്ത്രി അഭിനന്ദിക്കുമ്പോൾ പഹൽഗാമിൽ തീവ്രവാദികൾ 26 പേരെ ദ റെസിസ്റ്റ് ഫ്രണ്ട് എന്ന സംഘടനയിലെ തീവ്രവാദികൾ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. മതം ചോദിച്ച് മുസ്ലിങ്ങളല്ലെന്ന് ഉറപ്പുവരുത്തിയവരെയാണ് വധിച്ചത്. മാത്രമല്ല, കശ്മീരിന് പുറത്തുനിന്നും കശ്മീർ സന്ദർശനത്തിന് എത്തിയവരെയോ കാശ്മീർ സ്ഥിരതാമസമാക്കിയ പുറം സംസ്ഥാനക്കാരെയോ ആണ് തീവ്രവാദികൾ വധിച്ചത്. അങ്ങനെ തെരഞ്ഞു പിടിച്ച് വധിക്കണമെങ്കിൽ തീവ്രവാദികൾക്ക് പ്രാദേശികമായ പിന്തുണ കിട്ടിക്കാണണമെന്നും പറയപ്പെടുന്നു. പാകിസ്ഥാൻ തന്നെ ഏർപ്പെടുത്തിയ തീവ്രവാദികൾ കശ്മീരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ കശ്മീരിനെ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് പാക് പ്രധാനമന്ത്രി എന്ന് വ്യക്തമാവുകയാണ്. കശ്മീരിൽ ആക്രമണം കഴിഞ്ഞ് അതിൻ്റെ ചൂടാറും മുൻപാണ് പാക് പ്രധാനമന്ത്രി തുർക്കി പ്രസിഡന്റുമായി ചേർന്ന് അങ്കാരയിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിൽ കശ്മീർ വിഷയത്തിൽ ഉറച്ച പിന്തുണ നൽകിയതിന് തുർക്കി പ്രസിഡന്റിനെ അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇതിനർത്ഥം? ISI എന്ന പാകിസ്ഥാൻ രഹസ്യ സംഘടനയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലഷ്കറിൻ്റെ നിഴലായ സംഘടനയാണ് കശ്മീരിൽ ആക്രമണം നടത്തി 26 പേരെ വധിച്ചത്. ഇതോടെ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങൾക്കും കശ്മീരിലെ ആക്രമണത്തിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നു. പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് തീവ്രവാദികൾ ഉപയോഗിച്ചത് പാകിസ്ഥാൻ സേന ഉപയോഗിക്കുന്ന തരം തോക്കുകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ പാക് സൈന്യത്തിൻ്റെ പരിശീലനം ഈ തീവ്രവാദികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. കാശ്മീരിൽ 26 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതെ കശ്മീർ വിഷയത്തിൽ തുർക്കി നൽകുന്ന ഉറച്ച പിന്തുണയെ പുകഴ്ത്തി സംസാരിക്കണമെങ്കിൽ ഷഹബാസ് ഷെരീഫിൻ്റെ ദുഷ്ടലാക്ക് വ്യക്തമാണ്.